കുട്ടനാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, അതായത് ആരും ചെന്നെത്താത്ത സ്ഥലങ്ങളിൽ ചെറുവള്ളങ്ങളിൽ തുഴഞ്ഞും വലിയ വലിയ ആറുകളിൽ വള്ളത്തേൽ ഊന്നിയും ആകെ തളർന്നിരിക്കുകയാണ്. ഇപ്പം സമയം ഉച്ച കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു മൂഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിനുള്ള ഒരു ഇല വെട്ടാനായിട്ട് പോവാം. അപ്പം നമുക്ക് വിഭവങ്ങൾ പരിചയപ്പെടാം. ഇതേ നോക്കണം. ആദ്യത്തേത് നല്ല ഒന്നാന്തരം എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുത്ത് റോസ്റ്റാക്കി എടുത്ത ചിക്കൻ റോസ്റ്റ്. അടുത്തത് ബീഫ് ഫ്രൈ. ഇത് കണ്ടോ, നല്ല സവോളയൊക്കെ അരിഞ്ഞിട്ട് നല്ല ഒലത്തി നല്ല ഫ്രൈ ആക്കി വെച്ചിരിക്കുകയാണ് ബീഫ് ഫ്രൈ. അടുത്തത് ആക്കലോട് വെച്ചാണുണ്ടല്ലോ, ഇത് കണക്ക് രുചിയുള്ള ഒരു ഭക്ഷണം. ഒരു രക്ഷയില്ല. ഇതാണ് ബീറ്റ്റൂട്ട് പച്ചടി. അടുത്തത് ഇത് കണ്ട, ഇതാണ് പച്ചമുളക്. ഈ പച്ചമുളക് എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്കത് ഇങ്ങനെ 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 ഇതിങ്ങനെ കടിച്ചാണുണ്ടല്ലോ, നമ്മൾ നാക്കെ കിട്ടുന്ന എരിവുണ്ട് ഒരു നല്ല വിശപ്പിൻ്റെ ആ ഒരു ആദി കൂടും. ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന സാധനം എല്ലാം കംപ്ലീറ്റ് ആകും. അത് കഴിഞ്ഞിട്ട് ഈ കഴിക്കുന്നതൊക്കെ ദഹിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ചെറുള്ളി. ഈ ചെറുള്ളി അങ്ങോട്ട് കടിച്ച് ഇടയ്ക്കിടയ്ക്ക് കടിച്ച് അങ്ങോട്ട് കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന സാധനം എല്ലാം ദഹിച്ച് നാളെ രാവിലെ ആകുമ്പോൾ ഓക്കെ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ള കളറിലെ അച്ചാറാണ്. നല്ല പച്ചമുളകും കാന്താരിയും കരിവേപ്പില എല്ലാം കൂടെ ഇട്ട് വരട്ടി ചാട്ടയ്ക്കകത്തിട്ട് എടുത്ത നല്ല അച്ചാർ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. നല്ല വറ്റൽ മുളകിൽ നല്ല വഴറ്റിയെടുത്ത നല്ല ചുമല അച്ചാർ. അടുത്താണ് പൊടിമീൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറ്റിൽ കിളയായിട്ടാണ് നിൽക്കുന്നത്. കിളയെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ കൂട്ടമായിട്ട് നിൽക്കുന്നത്. ഈ കൂട്ടമായിട്ട് നിൽക്കുന്ന ഈ വയമ്പിനെ വീശി പിടിച്ച് നല്ല വാഴയിലൊക്കെ കീറിയിട്ട് ഇങ്ങനെ കലികളാന്ന് പറഞ്ഞിങ്ങനെ അമ്മച്ചിമാരാക്കി, അത് കഴിഞ്ഞ് അത് നല്ല തിളച്ച് നിൽക്കുന്ന എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുത്ത് പൊരിച്ചെടുത്തേക്കുന്ന സാധനമാണ് ഇത്. അയ്യോ എനിക്ക് എൻ്റെ പൊന്നെ, ഇതങ്ങോട്ട് കഞ്ഞിക്കകത്തോട്ട് ഇട്ടാലുണ്ടല്ലോ, എനിക്കാണ് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ഓഹോ. അടുത്തത് ഇത് കണ്ടോ, കുട്ടനാട്ടുകാരുടെ സ്പെഷ്യൽ സാധനം. ഇതാണ് കപ്പ. ഈ കപ്പയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടനാട് ഏരിയകളിൽ മാത്രം കാണുന്ന സാധനമാണ്. ഈ കപ്പ അങ്ങോട്ട് ഒരു ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് അതിനകത്ത് നല്ല ചുമല കളറിലെ, ഓർക്കാൻ വയ്യ, ചുമല കളറിലെ നല്ല മീൻകറിയുടെ ചാറ് ഇതിനകത്തോട്ട് ഒഴിച്ചൊരു 1.5 മണിക്കൂർ അങ്ങോട്ട് പതുക്കി അങ്ങോട്ട് വെക്കും. എന്നിട്ടെടുത്ത കപ്പയാണ്. അടുത്തത് ഇതാണ് കക്കായിറച്ചി. നമ്മുടെ തന്നെ ഈ കുട്ടനാട്ടിലുള്ള പിള്ളേർ ആറ്റിലിറങ്ങി കക്ക തപ്പി പുഴുങ്ങിയെടുത്തത് പൊളിച്ച് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അങ്ങോട്ട് ഉണ്ടല്ലോ ഇത് ഫ്രൈ ആക്കി എടുത്തേക്കുന്നത്. ഈ ചട്ടിക്കകത്തിട്ടിട്ട് ഇങ്ങനെ 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 ആക്കി അമ്മച്ചിമാരെടുക്കുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഓർക്കാൻ പറ്റും. അടുത്തത് എൻ്റെ മോനെ, എനിക്കിത് പറയാൻ വയ്യ. ഇതാണ് കുട്ടനാട്ടിലെ ഏറ്റവും സ്പെഷ്യൽ സാധനം, കരിമീൻ ഫ്രൈ. എനിക്കിനി കൂടുതലൊന്നും എനിക്ക് പറയാൻ വയ്യ, എനിക്ക് കഴിച്ചേ പറ്റും. അപ്പം ആദ്യം ഉണ്ടല്ലോ ഈ കഞ്ഞിക്കകത്തോട്ട്
ഈ പച്ചമുളക് ഇട്ടുകൊണ്ട് വാരട്ടിയെടുത്ത് അച്ചാറുണ്ട്. ഇതങ്ങോട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ 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 അങ്ങോട്ട് ഇടണം. എന്നിട്ടിത് ഇങ്ങനെ 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 ചെറുതായിട്ട് ഞെരടണം. മൊത്തം ഞെരടല്ല, ചെറുതായിട്ട്. എന്നിട്ട് അടുത്തെന്ന് പറയുന്നത് ഇത് കണ്ടോ, ബീറ്റ്റൂട്ട് പച്ചടി. ഇതങ്ങോട്ട് എടുത്തിട്ട് ആദ്യം ഒന്ന് വായി വെച്ചോളാം. ഓ, ഇതങ്ങോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ചെറുതായിട്ട് കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ള അച്ചാറുണ്ടല്ലോ, എന്തിനാണെന്നറിയോ? ഈ എരിവിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് നിർത്താനാണ്. ഇതിന് വലിയ എരിവുള്ള സാധനമല്ല, പക്ഷെ നല്ല രുചിയുള്ള സാധനമാണ്. ഇതങ്ങോട്ട് ഈ കഞ്ഞിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ എരിവൊന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് ചേർക്കണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റാണ് ബീഫ്. ഇത് കണ്ടത് രക്ഷയില്ല. അത് അങ്ങോട്ട് എടുത്തിട്ടിട്ട് മുളകൊക്കെ മാറ്റിയേക്കണം. ഇതിങ്ങനെ ഉണ്ടല്ലോ, ഭയങ്കര വിഷയമാണ്. കടിച്ചു കഴിഞ്ഞാൽ ഒരു നോടേണ്ടി വരും. അപ്പുറത്ത് വെള്ളമാണ്. ഇത് ഞാൻ ഇങ്ങനെ മൊത്തം ഇട്ട് വിടണം. ഇങ്ങോട്ട് ഒരിക്കലും ഞെരടരുത്. അത് കിരികിരികിരിന്നരിഞ്ഞ ചിക്കനാണ്ടാ. ഇതങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഇടണം. അടുത്തത് കപ്പ ഉണ്ടോ? ഈ കപ്പ ആദ്യം നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ചെയ്യണം. ഞെരടി ഈ നമ്മുടെ കൈയുടെ പുറത്തൂടെ ഇങ്ങനെ ഉണ്ടാവും. ഇറക്കി ഇങ്ങനെ ഈ കഞ്ഞിയുടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കും. ഇതുണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേഗാതെ ഏതെങ്കിലും കപ്പയുണ്ട് അതിനെ അങ്ങോട്ട് ഞെരിച്ച് ഈ കഞ്ഞിക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കഴിക്കുമ്പോൾ ഉള്ള സുഖം മോനെ. അടുത്തത് ഇത് നല്ല പേരട്ടി എടുത്ത കക്കയിറച്ചി. ഇത് കണക്ക് എടുത്തിട്ട് ഇങ്ങനെ വെള്ളം കണ്ട. നിങ്ങളവർക്ക് ഇത് അലങ്കരിക്കുകയാണ്, അല്ല, ഇത് കഴിക്കാനുള്ളതാണ്. എന്നിട്ട് ഇത്ര ഇട്ടതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഞെരടിയുണ്ട്. കഞ്ഞിയുടെ കളറ് മാറിയത് കണ്ടോ മോനെ? എന്താ? എന്നിട്ട് എല്ലുള്ള കഷ്ണം എടുത്തിട്ട് ഇതിങ്ങനോട് മാറ്റി പോകില്ല, കഴിക്കുമ്പോൾ മോണം പോയി. അടുത്തത് ഇത് കണ്ട, നല്ല പൊടിമീൻ. ഇതങ്ങോട്ട് ആദ്യമേ ഒന്ന് ഇങ്ങനെ ഞെരുക്കണം. എന്തിനാണെന്നറിയാം? നമുക്ക് കഞ്ഞി വായ വെച്ച് കുടിക്കും, വാ മുറിയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും അവസാനം കൊതി വരുന്നുണ്ടല്ലേ? എനിക്ക് ഒത്തിരി കൊതി വരും. ഇതുണ്ടോ, നല്ല സൂപ്പർ കട്ട തൈര. ഇത് ആദ്യം ചെറുതായിട്ട് നമുക്ക് ഇതിങ്ങനെ ഉണ്ടല്ലോ, ആദ്യം നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ എടുക്കും. ഇതുണ്ടോ കണ്ടോ, ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ കൈക്കിടയിൽ കൂടെ ഇതിങ്ങനെ വിടാവുന്നത് കണ്ടോ. ഇങ്ങോട്ട് ഞെരുക്കി അങ്ങോട്ട് ഇതിനകത്തോട്ടങ്ങോട്ട് വയ്ക്കും. അയ്യോ, എന്നെ കാറ്റാന്നറിയും പുറത്തുനിന്ന് വരുന്നത്. കാറ്റത്തിങ്ങനെ ആറ്റുതീരത്തിങ്ങനെ തണലത്തിരുന്ന് ഇങ്ങനെ പിഴിഞ്ഞ് അവസാനം നമ്മൾ കൊതിച്ച് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ ഇത് കണ്ട, കഞ്ഞിയുടെ കളറ് കണ്ട. ഇതുകൊണ്ട ഇതിങ്ങനെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര പാടായത്. നമുക്കിങ്ങനെ കയ്യിലങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഞെരണം. കണ്ട, ഇതിനാണെന്നറിയാം, ഇതെല്ലാം അങ്ങോട്ട് ചേരണം. എന്നൊക്കെ സാധനം ഇട്ടേക്കുന്നത് 2 തരം അച്ചാർ, ബീഫ്, ചിക്കൻ, കക്കയിറച്ചി, പൊടിമീൻ, കപ്പ. ഇപ്പം നോക്കിയാൽ കപ്പയൊന്നും കപ്പ അല്ലാതായി മാറി. ഞാൻ ആദ്യം പറഞ്ഞാണ് ഇതേണ്ടേ, ഈ കഞ്ഞി പഴങ്കഞ്ഞിക്കകത്തോട്ടുണ്ടല്ലോ എന്ത് സാധനം ഇട്ടാലും നമ്മൾ ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഇരട്ടി രുചിയാണ്. അത് വിശന്നിരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, പറയാനില്ല, സ്വർഗം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നോക്കിക്കണം, കഴിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാണേ. ഇതിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതുകൊണ്ടോ ഈ ഉരുളയുണ്ടോ, എന്തിനാണെന്നറിയാമോ? വായിക്കകത്തോട്ട് ചെന്ന് ചാവയ്ക്കുമ്പോൾ അരിഞ്ഞരിഞ്ഞ് പോകുകൊണ്ട് ഇത്ര എടുത്ത് ശാലം അങ്ങോട്ട് എടുത്ത് വായിലോട്ടിട്ട് ഒന്നും അറിയരുത്. നോക്കണേ.
ദഹനത്തിനും ചോര ഉണ്ടാകാനും വീണ്ടും പറയാം, കുട്ടനാട്ടിൽ മോനെ വരാതെ പോകല്ലേ, രക്ഷയില്ലാതെ രക്ഷയില്ലാത്ത. ഇപ്പോഴാണ് ഒരു ഉണർവ് കിട്ടിയത്. കഴിച്ചു കഴിഞ്ഞു, ഇത് കണ്ടോ എൻ്റെ വെള്ളം, ഇതുകൂടെ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോനെ, മൊഹപ്പത്തിനില്ല ഇത്ര സുഖം. അതെ കണ്ടോണം കുടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ തകർപ്പൻ കുട്ടനാടൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെല്ലാവരും ഈ എപ്പിസോഡ് എൻജോയ് ചെയ്യുമെന്ന്. ഇനി അടുത്ത ഒരു നല്ലൊരു സൈറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉറപ്പായിട്ട് ഞാൻ വരും. ടിൽ ദെൻ ബൈ.